അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള 4 ഹെയർ സ്റ്റൈലാണ്. ഹലോ, നമുക്കപ്പോൾ ഒന്നാമത്തെ ഹെയർ സ്റ്റൈലിലേക്ക് പോവാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ തന്നെ നമുക്ക് ആദ്യം ചെയ്യാം. 2 സൈഡിൽ നിന്നും കുറേശ്ശെ മുടി എടുക്കാം. നോക്കിക്കേ, ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. എളുപ്പമാണ് നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട്. ചേടാ, ക്ലിപ്പ് എവിടെ വെച്ചേ? കാണുന്നില്ലല്ലോ. ഇതേ ക്ലിപ്പ് കിട്ടി കേട്ടോ. ഇത് ഈ കുഞ്ഞ് ക്ലിപ്പാണേ നമ്മൾ ഇടുന്നത് ബാക്കിലെ. ഒത്തിരി ടൈറ്റ് ആക്കി ഇടണ്ട കേട്ടോ, ലൂസാക്കി തന്നെ ഇട്ടാൽ മതിയേ. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റത്തെ ഹെയർ സ്റ്റൈൽ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതേ മുടിയെല്ലാം ഒന്നും കൂടെ ഒന്ന് ചീവി വിടുന്നുണ്ടേ. എന്നിട്ട് ഇതേ ഒരു സൈഡിൽ നിന്ന് മാത്രം കുറച്ച് മുടി എടുക്കുവാണേ. നമ്മളത് കൈകൊണ്ട് എടുക്കുവാണെങ്കിലും കുഴപ്പമില്ല, ചീപ്പ് വെച്ചിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിലും എടുക്കാം. ഇതാ എടുത്ത മുടിയെ നമ്മൾ സാധാ പിന്നുന്നത് പോലെ എടുക്കുവാണ്. അതിലെ 3 സ്ട്രാൻഡ് ആക്കി എടുത്തിട്ട് അതിങ്ങനെ പിന്നി വിടുവാണ്. നമ്മൾ സാധാരണ താഴത്തോട്ടൊക്കെയല്ലേ പിന്നുന്നത്, അത് തന്നെ ഈ സൈഡിൽ നിന്ന് എടുത്തിട്ട് സൈഡിലോട്ട് പിന്നി വിടുന്നതേ ഉള്ളേ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഈ പിന്നുന്നത് എന്തോരം ലെങ്ത് വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഒത്തിരി ലെങ്ത്തിൽ എടുക്കുന്നില്ലായേ, ബാക്കിൽ ഒരു സ്ലൈഡ് കുത്താൻ വേണ്ടിയിട്ടുള്ള ലെങ്ത്തേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് വേണ്ട ആ ബാക്കിലോട്ട് പിടിച്ചിട്ട് ഈ സ്ലൈഡാണ് കുത്തുന്നത്. മറ്റേ ടിക് ടാക് സ്ലൈഡ് കുത്തുമ്പോൾ അത്ര ടൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ സ്ലൈഡ് ആകുമ്പോൾ നല്ലപോലെ ടൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ സ്ലൈഡ് എടുക്കുന്നത്. അത് 2 എണ്ണമാണ് നമ്മൾ കുത്തി കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു സൈഡ് തീർന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡും കൂടി നമുക്ക് സെയിം ആയിട്ട് എടുക്കാം. അപ്പോൾ ഇപ്പുറത്തെ സൈഡാണ് എടുക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെ എടുക്കുന്നതെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഈ സൈഡ് ഒത്തിരി ലെങ്ത്തിൽ എടുക്കുന്നില്ലായേ, ആ ബാക്കിൽ എത്ര വരെ വേണം അത്ര മാത്രമേ ഞാൻ പിന്നുന്നുള്ളൂ. ഇപ്പം ഫുള്ളായിട്ട് പിന്നണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും പിന്നാവേ. അവിടെയും 2 സ്ലൈഡ് കുത്തുക. അങ്ങനെ നമ്മളിത് 2 സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് വശം മാത്രമല്ല, ഞാൻ ബാക്ക് വശം കൂടി കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നതെന്ന് ലാസ്റ്റേ. നമ്മുടെ ബാക്ക് വശം എങ്ങനെ വരുന്നതെന്ന് കാണണ്ടേ. ഇതേ നമുക്കിവിടെ ബാക്കിലാണെങ്കിൽ സ്ലൈഡ് വേണമെങ്കിലും വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇറുക്കിയാണെങ്കിലും കുത്താവേ. അപ്പം നമുക്ക് അടുത്ത ഹെയർ സ്റ്റൈൽ കാണാം. അടുത്തതിന് വേണ്ടിയിട്ട് നമുക്ക് സൈഡ് പാർട്ടീഷൻ എടുക്കേണ്ടത്. എന്നിട്ട് ഇതേണ്ട അവിടുന്ന് ഒരു ഇച്ചിരി മുടി, കുറച്ച് മുടി, ഒത്തിരി ഒന്നും എടുക്കണ്ട, കുറച്ച് മുടി എടുത്തിട്ട് ഇങ്ങനെ പിരിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നേ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അത്ര കാര്യമായിട്ട് എടുക്കണ്ടായേ. എഴുതപ്പനെ എൻ്റെ അടുത്ത് കട്ടിലേ കിടത്തി ഉറക്കിയിട്ടാട്ടോ ഞാനിതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഇപ്പോൾ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ പെരയ്ക്കകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അങ്ങനെ നമ്മളിത് ഒന്ന് പിരിച്ചിട്ട് പുറകിൽ സ്ലൈഡ് കുത്തിയിട്ടുണ്ട്. അടുത്തതും വീണ്ടും അതുപോലെ തന്നെ എടുത്തിട്ട് വീണ്ടും അതുപോലെ തന്നെ അകത്ത് പുറകിൽ കൊണ്ടുപോയിട്ട് സ്ലൈഡ് കുത്തുവാണേ.
അങ്ങനെ ഒരു സൈഡിൽ 4 പിരി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ 4 തവണ പിരിച്ചെടുത്തിട്ടുണ്ട്. എന്ന് ഞാൻ 4 പിരി എന്നാട്ടോ പറഞ്ഞത്. സ്ലൈഡെല്ലാം കുത്തി കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ വേണമെങ്കിലും ചെയ്യാമേ. ഞാനിപ്പോൾ 4 എണ്ണം എടുത്തിട്ടുള്ളൂ. ഇതും നമുക്ക് ഒരു സൈഡിൽ മാത്രമായിട്ടാണെങ്കിൽ സ്റ്റൈൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ 2 സൈഡിലും ചെയ്യാം. ഇങ്ങനെ സൈഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇത് ഇപ്പുറത്തെ സൈഡിലും കുറച്ച് മുടി ഇങ്ങനെ എടുക്കുവാണ്. അതും ഈ നടുക്ക് ഭാഗത്തു നിന്നായിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് അതും ഇതുപോലെ തന്നെ പിരിച്ചിട്ട് പുറകിൽ സ്ലൈഡ് കുത്തി എടുക്കുവാണ്. ഞാനപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലോ, ഞാൻ പതിയെയാണ് ചെയ്യുന്നത്, സ്പീഡ് കൂട്ടി ഇട്ടിട്ടില്ലായേ. അധികം സ്പീഡിലല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ആർക്കെങ്കിലും മുടി കെട്ടണം എന്നുണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഈ സൈഡിൽ 3 എണ്ണം എടുത്തിട്ടുള്ളേ. നിങ്ങൾക്കിത് കൂടുതൽ വേണമെങ്കിൽ ഇനി എടുക്കാം. അല്ല, ഈ എടുത്തേക്കുന്ന ഓരോ പിരിയുടെയും വണ്ണം കുറച്ച് മതിയെങ്കിൽ കുറേശ്ശെ മുടി എടുത്താൽ മതിയേ. ഇതേ അങ്ങനെ നമ്മുടെ 2 സൈഡും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഹെയർ സ്റ്റൈൽ നോക്കാം. എല്ലാ ഹെയർ സ്റ്റൈലും ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് മുടി ചീവി വിടുവേ, അല്ലാന്നുണ്ടെങ്കിൽ ആകെ കുരുപ്പ് കൂടും. ഇത് എൻ്റെ മുടി നോക്കിക്കുക, ആകെ ഓയിലി ആയിട്ടായിരിക്കുന്നത്. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലാട്ടോ കൂടുതൽ ചേരുന്നത്. ആദ്യം തന്നെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുടി ചീവി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ബാക്കിലുള്ള മുടി പുറകിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ആ ഇടയ്ക്കകത്തൊക്കെയാണ് നമ്മൾ സ്ലൈഡ് കുത്താൻ പോകുന്നത്. ഞാൻ പറഞ്ഞു തരുന്നതിലോ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കുമല്ലോ. അങ്ങനെ നോക്കി ചെയ്താൽ മതിയേ. അങ്ങനെ നമ്മളിത് ഒരു സൈഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് അർത്ഥം നോക്കുമ്പോഴത്തേനും കാണാനുള്ളത്. ഇത് നമുക്ക് ഒരു സൈഡിൽ മാത്രമായിട്ട് വേണമെങ്കിൽ ചെയ്യാവേ. ഞാനിപ്പോൾ അടുത്ത സൈഡും എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതേ ഈ സൈഡും ഇങ്ങനെ തന്നെ എടുത്തേക്കുന്നത്. അങ്ങനെ 2 സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.